ഇത് നമ്മൾ തുളസി പെപ്പർ ഹണി എന്ന് പറയും. നല്ല കഫക്കെട്ട്, ചുമ, അലർജി, ശ്വാസമുട്ടലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിനകത്ത് ട്രിപ്പലി, ആടലോടകം, അതിമധുരം, പനിക്കൂർക്ക, ഗ്രാമ്പൂ, ഏലക്ക, ചുക്ക്, അയ്മോദകമാണ് ഇതിൽ ഏറ്റവും വലിയതായിട്ട് നമ്മൾ ചേർത്തേക്കുന്നത്. നമസ്കാരം, ഞാൻ ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തേനീച്ച കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു സ്ഥാപനവും അതേപോലെ അവരുടെ തന്നെ തേനിൽ തയ്യാറാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളുമാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. നിലയ്ക്കൽ ബീ ഗാർഡൻ ആൻഡ് ഹണി ബി ഡിസ്കവറി സെന്റർ ആണ്. അപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് എല്ലാം ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം. എന്തൊക്കെയാണ് മെയിൻ? ഇത് കേരള ഹണി വൻതേനാണ്. നമ്മുടെ റബ്ബറിന്റെ നാമ്പലയിൽ നിന്നാണ് തേൻ കളക്ട് ചെയ്തെടുക്കുന്നത്. പിന്നുള്ളത് മുരിങ്ങ ഫ്ലവർ ഹണി എന്ന് പറയും. നമ്മുടെ മുരിങ്ങത്തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. തമിഴ്നാട്ടിലെ മുരിങ്ങത്തോട്ടത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഇത് മെഡിസിൻ ആയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നുള്ളത് കൂർഗ് ഫോറസ്റ്റ് ഹണി, കർണാടക സ്റ്റേറ്റ് കൂർഗിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കോഫി പ്ലാന്റേഷനിൽ നിന്നാണ്. ഇത് കാട്ടു തേൻ എന്ന് തന്നെ പറയാം. പിന്നെ നമുക്ക് രുചികളിൽ ഏറ്റവും ഇത് വൻതേൻ തന്നെയാണ്, പക്ഷെ വേറൊരു വ്യത്യാസമാണ്, വേറെ രുചിയാണ്. ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോൾ ഓരോ തേനും വേറെ അവിടുത്തെ പ്രകൃതിയിലെ ഇത് വെച്ച് വ്യത്യാസമുണ്ട്. പിന്നുള്ളത് നമ്മുടെ ചെറുതേനാണ്. അതെ, ചെറുതേന ഇത് നമ്മുടെ നാട്ടിൽ നിന്ന്, ഇത് നമ്മുടെ തന്നെയാണ്. ഇത് ഏറ്റവും ഔഷധ മൂല്യമുള്ളതാണ് ചെറുതേൻ പറയുന്നത്. മെഡിസിൻ ആയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ചെറുതേനാണ്. പിന്നെ നമുക്ക് വരുന്നത് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ വൻതേനകത്ത് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇത് ബനാനയാണ്. ഇത് ബനാന എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ബനാന. പിന്നുള്ളത് കുഞ്ഞുങ്ങൾക്കൊക്കെ പിന്നുള്ളതാണ് അമല അമൃതം എന്ന് പറയുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വിശപ്പില്ലായ്മയ്ക്ക്, ബുദ്ധിയൊക്കെ കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തേൻ നെല്ലിക്കയുണ്ട്. തേൻ നെല്ലിക്ക, അതെ, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. തേൻ നെല്ലിക്ക ഉണ്ട്, ഹണിയും ഉണ്ട്. അതുപോലെ തന്നെ തേൻ നെല്ലിക്ക ഡ്രൈ ആക്കി വെച്ചേക്കുന്നതാണ്. ഇത് കുരു എല്ലാം കളഞ്ഞ്, വേസ്റ്റ് എല്ലാം കളഞ്ഞ് വെച്ചേക്കുന്നത്. നമ്മൾ കാഷ്യൂ പോലെ പറക്കി കഴിക്കാം. പിന്നുള്ളതാണ് ഹണിയുടെ അച്ചാറ്, ഹണി ഡേയ്സ് പിക്കൽ. ഡേയ്സ്, കിസ്മിസ്, റേസിങ് എല്ലാം കൂടെ ചേർന്ന് നല്ല അച്ചാറിന്റെ ഒരു വകയെല്ലാം ചേർന്ന് നല്ല സൂപ്പറാണ്. നല്ല ടേസ്റ്റ് ആണ്. ഇത് നമ്മൾ തുളസി പെപ്പർ ഹണി എന്ന് പറയും. നല്ല കഫക്കെട്ട്, ചുമ, അലർജി, ശ്വാസമുട്ടലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിനകത്ത് ട്രിപ്പലി, ആടലോടകം, അതിമധുരം, പനിക്കൂർക്ക, ഗ്രാമ്പൂ, ഏലക്ക, ചുക്ക്, അയ്മോദകമാണ് ഇതിൽ ഏറ്റവും വലിയതായിട്ട് നമ്മൾ ചേർത്തേക്കുന്നത്. അതെ, നമുക്ക് ചുമയ്ക്ക് ഉള്ള ഏറ്റവും നല്ലൊരു കപ്സിറപ്സ് പോലാണ് ഈ തുളസി പെപ്പർ ഹണി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ അത് ഏറ്റവും നല്ലതാണ്. കുട്ടികൾക്കെല്ലാം നല്ലതാണ്. സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പനി, അതൊക്കെ അതെ അതെ ഏറ്റവും നല്ലതാണ് ഈ തുളസി പെപ്പർ ഹണി എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് നമ്മുടെ ഗാർലിക് ഹണി. ഗാർലിക് കൊളസ്ട്രോളിനൊക്കെ ഏറ്റവും നല്ലതാണ്. രാവിലെ വൈകിട്ട് ഓരോ സ്പൂൺ വെച്ച് കഴിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് കാന്താരി. നമ്മുടെ വൻതേനത്തിൽ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ആണ് കാന്താരി ഹണി. BP ഉള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു എരിവും നല്ലൊരു മധുരവും ഉണ്ട്. ഇത് നമ്മുടെ തേൻ അടയാണ്. ഇങ്ങനെയാണ് തേൻ അടയായിട്ട് വന്ന് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ തേനായിട്ട് മാറുന്നത്. അതിന് മുമ്പിലുള്ളത് ഇങ്ങനെ തേൻ അടയായിട്ടാണ്. ഇത് കുഞ്ഞു മക്കളൊന്നും ആരും കഴിച്ചിട്ടൊന്നും ഇല്ലായിരിക്കും. ഇപ്പൊ ഉള്ളവർക്കൊക്കെ വേണ്ടിയാണ് നമ്മളിത് പ്രൊഡക്റ്റ്. പിന്നുള്ളതാണ് പൂമ്പൊടി. പോസ്റ്ററേറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പൂമ്പൊടി നല്ലൊരു ഇതാണ്. പിന്നെ വരുന്നത് ഹണിയുടെ ഫേസ് പാക്ക് ആണ്. മുഖത്തെ കറുത്ത പാടുകളെ, കരിവാളിപ്പൊക്കെ പോകാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഹണിയുടെ ബീഡ് ബാറ്റ്സ് ആണ്. ഹണി ബീ ബാറ്റ്സ്. ഇത് നമുക്ക് മോയ്സ്ചറൈസിംഗ് ക്രീമായിട്ട് ഉപയോഗിക്കാം, ലിപ് ബാം ആയിട്ട് കാല് വിണ്ട് കയറുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ്. നാച്ചുറൽ ആണ്. ബീഡ് ബാറ്റ്സ് ആണ് ഇത്. പിന്നെ മുൾട്ടാനിമിറ്റിയുടെ സോപ്പ്, അലോവേരയുടെ സോപ്പ്, ഹണിയുടെ സോപ്പാണ്. പിന്നെ ഇത് ചെറുതേനീച്ച വേണ്ട കത്തികൾ, ചെറുതേനീച്ചയ്ക്ക് വേണ്ട മെഷീന്, ഉപകരണങ്ങളൊക്കെയാണ്. ചെറുതേനീച്ചയുടെ തൊപ്പിയാണ് നമുക്ക് അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ചെറുതേനീച്ച കത്തിയാണ് നമ്മുടെ ഈ അടയൊക്കെ എടുക്കാൻ. അതെ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഗ്ലൗസ് ആണ് വൻതേനീച്ചയ്ക്ക് വേണ്ടിയുള്ള എടുക്കാൻ വേണ്ടിയുള്ള ഗ്ലൗസ്. പിന്നെ ചെറുതേനീച്ച കോളനി നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലേ? നല്ല 1.25 വർഷമായ കോളനിയാണ് കൊടുക്കുന്നത്. പകുതി തേൻ നിറഞ്ഞ കോളനിയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാലിപ്പെട്ടിയുണ്ട്.
ചെറുതേനീച്ച കാലിപ്പട്ടിയാണ് ഇത് രണ്ടും. അതേപോലെ നിങ്ങൾക്കിപ്പം ഈ തേനീച്ച വളർത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ സൗകര്യം ഉണ്ടല്ലോ? നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് സാറ്, നമുക്കവിടെ പഠിപ്പിക്കുന്നുണ്ട്. 1 ഇയർ കോഴ്സ് ഉണ്ട്, ഓൺലൈൻ കോഴ്സും ഉണ്ട്. ഓക്കെ, എവിടെയായിട്ടാണ് അതിനുള്ള സൗകര്യം? അത് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെയാണ്, നിലയ്ക്കൽ വീഗാർഡൻ ചിറ്റാറിൽ തന്നെയാണ് അല്ലേ? ഓക്കെ, അവിടുത്തെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആളുകൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുമല്ലോ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. ശരി.